السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അദൃഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സ്വന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അവർ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, ശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് അൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്, വിശദീകരണം നൽകുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. قل لهم നബിയെ, നിങ്ങൾ അവരോട് പറയുക. ആരോട്? യഹൂദന്മാരോട് പറയുക. ഇൻ കാനത്ത് ലക്കുമുദ്ദാറുൽ ആഖിറ, മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നീക്കി വെച്ചതാണ് സ്വർഗമെങ്കിൽ, അൽ ജന്ന, പരലോക വിജയമെങ്കിൽ, മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നീക്കി വെച്ചതാണ് പരലോക വിജയം, അതായത് സ്വർഗം, അൽ ജന്ന. എന്നാൽ ഫതമന്നവുൽ മൗത ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചു കൊള്ളുക, നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, അതായത് മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പരലോക വിജയം എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ അന്നഹാ ലക്കും, നിങ്ങൾക്ക് ആ പരലോക ജീവിതം നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. എന്നാ ആ മരണത്തെ നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക. അവരുടനെ സ്വർഗത്തിൽ പോകാമല്ലോ മരിച്ചു കഴിഞ്ഞാൽ, അവരുടെ വാദം അങ്ങനെയാണെങ്കിൽ. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിസ്സാലിമീൻ. എന്നാൽ എന്താണ് സംഭവം? വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം, എന്നാൽ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ച ദുഷ്കൃത്യങ്ങൾ കാരണമായി അവരൊരിക്കലും മരണത്തെ കൊതിക്കുകയില്ല. എന്താണ് ദുഷ്കൃത്യം? കുഫിരിഹിം ബിന്നബിയിൽ മുസ്തസ്ലിമിൽ കദിബിഹിം, പ്രവാചകന്മാരെ അവർ നിഷേധികളാക്കി, അവിശ്വാസം രേഖപ്പെടുത്തി. അവർ വിശ്വസിക്കണമെന്ന് കൽപ്പിച്ച നബിമാരെയൊക്കെ എന്ത് ചെയ്തു? അവർ വിശ്വാസികളായി. അപ്പോൾ അവർ ചെയ്ത ദുഷ്കൃത്യങ്ങൾ കാരണമായി അവരൊരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയില്ല. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, ളാലിമീങ്ങളെ കൊണ്ട് അള്ളാഹു അതിക്രമികാരികളെ പറ്റിയ സൂക്ഷ്മജ്ഞാനം ഉള്ളവനാകുന്നു. എങ്ങനെ അതിക്രമം? അൽ കാഫിരീന അലീമും ബിസ്സാലിമീൻ, ളാലിമീങ്ങളെ കൊണ്ട്, അൽ കാഫിരീന അവിശ്വാസികളെ കൊണ്ട് അള്ളാഹു അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനമുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുജാസിയും, അവർക്ക് അതിന് അർഹമായ പ്രതിഫലം അവൻ നൽകുകയും ചെയ്യും. അവിശ്വാസികൾക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? അത് അള്ളാഹു നരകീയമായ വാസസ്ഥലം അവർക്ക് കൊടുക്കുക എന്നതാകുന്നു. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന വമാ ഹുവ ബിമുസ്ഹസിഹി മിനൽ അദാബി അൻ യുഅമ്മറ വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദന്മാരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾക്ക് വരച്ചു കാട്ടിത്തരികയാണ്. വല തജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ,
തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആഗ്രഹം ആർത്തിയുള്ളവരാണ് അവർ. ആര്? യഹൂദന്മാർ. തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവർ യഹൂദന്മാരെ നിനക്ക് കാണാം. വലിതന്നഹും അഹറസന്നാസി അലാ ഹയാത്തിൻ, ഏറ്റവും ആർത്തിയുള്ളവരാണ്. എത്ര ജീവിച്ചാലും മതിയാവുകയില്ല എന്നാണ് അവരുടെ ചിന്ത. വമിനല്ലദീന അശ്റകു, ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും. ബഹുദൈവ വിശ്വാസം എന്നത് ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ഇബാദത്ത് ചെയ്യുന്നവർ, ആരാധന ചെയ്യുന്നവർ, അവരെക്കാൾ കൂടുതലായിട്ട് ഇവരെ ജീവിതത്തിനോട് ആർത്തിയുള്ളവരായി കാണാവുന്നതാണ്. യവദ്ദു അഹദുഹും, അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കും. എന്ത്? അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് ലൗ യുഅമ്മറു അൽഫ സനത്തിൻ, 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവരൊക്കെയും ആഗ്രഹിക്കുന്നത്. 1 വർഷവും 2 വർഷമൊന്നുമില്ല, 1000 വർഷം ജീവിതം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അയ്യുഅമ്മറ, ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത് ദൈവശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യം അല്ല. വമാ ഹുവ അയഹദുഹും ബിമുസഹ്സിഹി മുബഇദിഹി മിനൽ അദാബി അന്നാരി, നരകീയമായ ശിക്ഷയിൽ നിന്ന് അവർ വിദൂരത്താക്കുന്ന വിഷയമേ അല്ല. എന്ത്? അയ്യുഅമ്മറ, അവർക്ക് അവർക്ക് ആയുസ് കൂട്ടിക്കിട്ടുക എന്നത് അതൊരു കാരണമേ അല്ല. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു തആല. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ ഫയുജാസിഹിം. അപ്പോൾ അള്ളാഹു ഓരോ മനുഷ്യന്മാർ ചെയ്യുന്നതും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അറിയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഫയുജാസിഹിം, അവർക്ക് അവർ ചെയ്തതിൻ്റെ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അപ്പോ ദോഷപ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ബിൽ അദാബ് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ശിക്ഷകൾ ലഭിക്കുന്നത്. നന്മ ചെയ്യുന്നവർക്ക് നന്മയുടെ ഉറവിടമായ സ്വർഗം നൽകും. തിന്മയാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ, അവിശ്വാസവും തിന്മയുമാണെങ്കിൽ അവർക്ക് നൽകുന്നത് നരകീയമായി ശിക്ഷകളെ കൊണ്ടുള്ള പ്രതിഫലങ്ങൾ ആയിരിക്കും. അതുകൊണ്ട് യഹൂദന്മാർ യാതൊരു കാരണവശാലും മരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയില്ല. 1000 വർഷത്തോളം ഞങ്ങൾക്ക് ദീർഘായുസ് ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അതാണ് അവരുടെ സ്ഥിതിഗതികൾ. ഖുൽ മൻ കാന അദുവൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽമുഅ്മിനീൻ. നബിയെ പറയുക, ഖുർആൻ എത്തിച്ചു തരുന്ന ഖുൽ മൻ കാന അദുവൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക, നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധ ഖുർആൻ ഇറക്കിത്തരുന്ന മലക്കാരാണ്? അത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. അങ്ങനെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ, ആ ജിബ്രീലിനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ട് എങ്കിൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ആ ജിബ്രീൽ തന്നെ നിങ്ങൾക്ക് കിതാബുകൾ ഖുർആൻ ഇറക്കിത്തരുന്നുണ്ട്. അതെങ്ങനെ? അതൊക്കെ മുൻ വേദങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ളതുമാണ്. അവർക്ക് അത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുൻ ഗ്രന്ഥങ്ങളെ
ശരിവെച്ചുകൊണ്ട് ഉള്ളതുമാകുന്നു കിതാബുകൾ. അപ്പോൾ അങ്ങനെ അത് സത്യമായിരിക്കെ ജിബ്രീലിനോട് എതിർപ്പ്, അതല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തുന്നവർ അവർ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, അവർ വിശ്വാസികൾക്ക് വഴികാട്ടുന്നവരും സന്തോഷവാർത്ത നൽകുന്നതുമായിട്ടാണ് അത് അവർ അവതരിച്ചിട്ടുള്ളത്. ജിബ്രീൽ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ചപ്പോൾ വിശ്വാസികൾക്ക് വഴികാട്ടി, അതുപോലെ തന്നെ അവർക്ക് വിശ്വാസികൾക്ക് സന്തോഷം നൽകുന്നവരുമാണ്. ആ രീതിയിലുള്ള ജിബ്രീലിനോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ ആരോ, അവർ ആരാണ് നിങ്ങൾ ചോദിക്കും നബിയെ. അപ്പോൾ ജിബ്രീലിനോട് ശത്രുത വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനാണ് ഇറക്കിയത്. ആ വിശുദ്ധ ഖുർആനാണെങ്കിലോ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെ സത്യസന്ധമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. യൂതരോടോദണം സ്വർഗാനുഭൂതികൾ നിങ്ങൾക്ക് മാത്രമായി സൃഷ്ടിച്ചതാകിലോ, ജീവൻ ത്യജിച്ചുടൻ നിത്യമാം സൗഖ്യങ്ങൾ തേടുന്നതെത്രയോ കാമ്യമാണെന്നോർക്കുവിൻ. ശ്വാസമുണ്ടെങ്കിൽ എന്തിനായി സംശയം, സ്വർഗാനുഭൂതികൾ തേടുവിൻ സത്വരം. തിന്മകൾ നിത്യവും ചെയ്യുമീ പാപികൾ, മൃത്യുവെ പേടിച്ചു വാഴുന്ന നാരദം. അല്ലാഹു വീക്ഷിച്ചിരിക്കുന്നതില്ലയോ കൽമഷം കാട്ടുന്ന മർത്യരെ സൂക്ഷ്മമായി. ഏകമാം ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ജാതികൾ കൈകയും കാമ്യമല്ലെത്രയും. സംസാര സൗഖ്യങ്ങളായിരം വത്സരം നീണ്ടു നിന്നിടുവാൻ കാക്ഷിപ്പതീ ജനം. ആയുഷ്മരായി ഭവിക്കുന്നതാകിലും പാപികൾ ശിക്ഷയ്ക്കു പാത്രമായി തീർന്നിടും. കർമ്മങ്ങൾ ഓരോന്നു ചെയ്യുന്നതൊക്കെയും അല്ലാഹു വീക്ഷിച്ചിരിക്കുന്നു സൂക്ഷ്മമായി. മാലാഖയോട് തീർത്തിയിടുന്ന മാനവൻ മൂടനത്രേ തുലോം പാർത്തു കണ്ടിടുകിൽ. അല്ലാഹു കൽപ്പിച്ചു നൽകുന്ന സൂക്തികൾ നിന്നോടരുൾ ചെയ്തു ജിബ്രീൽ ദൂതനും. സത്യവേദങ്ങൾ സ്ഥിരീകരിച്ചല്ലയോ നവ്യമീ ഖുർആനേകുന്നിതുടയവൻ. ദിവ്യസൂക്തങ്ങളിൽ കാണുന്നു സജ്ജനം സന്മാർഗപാഠവും സന്തോഷവാർത്തയും. അല്ലാഹു തആല നമ്മെല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വന്നു പോയ പിഴവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബറുകളും അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലുള്ള ഒരു വാതിൽ അവർക്ക് ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നാഫിയായ ഇൽമും ഓർമ്മ ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും കൊടുത്തു നല്ല മക്കളായി, നല്ല പഠിക്കുന്ന മിടുക്കന്മാരും മിടുക്കലുമായ മക്കളായിട്ട് നമ്മുടെ മക്കൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. ശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജുമ്മമാർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ സമയങ്ങളാണ്. അല്ലാഹു ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന എല്ലാവരുടെ ഹജ്ജും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കും കുടുംബസമേതം അത് എത്രയും പെട്ടെന്ന് നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.